എവിടെയാണത് വരുന്നത്, എന്താണെന്നുള്ളത് പ്രേക്ഷകർ തിയേറ്ററിൽ തന്നെ കണ്ട് മനസ്സിലാക്കുന്നതാണ്. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, അതെന്തായാലും അവിടെ വെട്ടിക്കും തിയേറ്ററിനകത്ത്. ഒരു പൊട്ടല് അമിട്ട് പൊട്ടുന്ന പോലെ, അത്രമാത്രം ഞാൻ പറഞ്ഞുള്ളൂ. അത് തന്നെ തിയേറ്ററിൽ സംഭവിക്കുകയും ചെയ്തു. മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സെൻറ്റേഴ്സിലും ഇന്നലെ രാത്രി തന്നെ എക്സ്ട്രാ ഷോസ് 150 പരം സ്ക്രീൻ എക്സ്ട്രാ വരിക, അതിനേക്കാൾ കൂടുതൽ ഇന്ന് വരുന്നു. കേരളത്തിന് പുറത്തായാലും ഇപ്പോൾ ബാംഗ്ലൂർ, ചെന്നൈ എല്ലാ സ്റ്റേഷൻസും ഹൗസ്ഫുള്ളായി മാറുക. ഒരേപോലെ തന്നെ സാധാരണ സിനിമയ്ക്ക് രണ്ടഭിപ്രായം എപ്പോഴും പറയും. ഒപ്പീനിയൻ ഉണ്ട് പക്ഷേ കളക്ഷൻ ഇല്ല, അല്ലെങ്കിൽ കളക്ഷൻ ഉണ്ട് ഒപ്പീനിയനാണ് കയറുന്നില്ല. ഇങ്ങനെ പല തരത്തിലുള്ള പറയും. ഇതെല്ലാം കൊണ്ടും ഒപ്പീനിയനും കളക്ഷനും എല്ലാം കൊണ്ടും ഒരേപോലെ ഒരു സിനിമ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല, എനിക്ക് വേണ്ടി മാത്രം വന്ന് ഈ കഥാപാത്രം ചെയ്ത് തന്ന മമ്മൂക്ക, താങ്ക് യു. പിന്നെ ഇതിനകത്ത് അഭിനയിച്ച ബാക്കി എല്ലാ ആർട്ടിസ്റ്റും എല്ലാവരും ഉണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഞാൻ നന്ദി പറയേണ്ടത് തേനി ഈശ്വർ സാറിനോടാണ്. ഇത്ര മനോഹരമായിട്ട് ഓരോ ഫ്രെയിമും ഞങ്ങളെ ഇത്ര സുന്ദരമായി കാണിച്ചു തന്നതിന്. കഥയിൽ തന്നെ പ്രസൻറ്റും 1983 ഇവരുടെ ഫ്ലാഷ് ബാക്ക് വരുമ്പോൾ മറ്റൊരു തരത്തിലും എല്ലാം ചെയ്ത് ഈ സിനിമ ഇത്ര മനോഹരമാക്കി തന്നെ അയ്യാ உங்களுக்கு ரொம்ப ரொம்ப വണക്കത്തെ தெரிவிச்சு കൊള്ളുക. പിന്നെ ഇതിൻ്റെ റൈറ്റർ കൃഷ്ണ സർ, പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ടത് നമ്മുടെ മുകുന്ദൻ മ്യൂസിക് ഡയറക്ടർ തകർത്തിരിക്കുകയാണ് ഇതിനകത്ത്. ബാക്കി എല്ലാവരോടും ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് എൻ്റെ മലയാളി പ്രേക്ഷകരോടാണ് നന്ദി പറയേണ്ടത്. ഇങ്ങനെ ഈ സിനിമ ഇത്രത്തോളം അവരവിടെ സ്വീകരിച്ചതിനുള്ള ഒരു നന്ദി കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പ്രസ് മീറ്റ്. താങ്ക് യു സോ മച്ച്. അടുത്തത് ബാറ്റൺ കൈമാറുന്നു നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക സംസാരിക്കും. ഞാനെന്താ പറയാ, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സിനിമ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ വലിയ സന്തോഷം. ഞാൻ ഈ സിനിമയിലും അതിഥിയാണ്, ഇവിടെയും ഒരു അതിഥിയാണ്. അതെ, സിനിമ വിജയമാകുന്നതിൻ്റെ അതിനൊരു ഭാഗമാകുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. എനിക്കും അതെ. ജയറാമിനുള്ള സ്നേഹത്തിനപ്പുറം ഈ കഥാപാത്രത്തിനുള്ള സ്നേഹം കൂടെയാണ് എന്നെ ഈ സിനിമയിലേക്ക് ആകർഷിച്ചത്. പിന്നെ കഥാപാത്രം സിനിമയിൽ കുറച്ച് സമയമുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ആരെന്നുള്ള ഒരു പ്രതീക്ഷ പ്രേക്ഷകന് സിനിമ കാണുന്നത് മുതൽ ഉണ്ടാവും. ഇതിൻ്റെ സസ്പെൻസ് ഒരു പരിധിവരെയൊക്കെ സൂക്ഷിച്ചു കുറേ കാലം. ജയറാമിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പോയി ഒരു പ്രാവശ്യം. പക്ഷേ പ്രേക്ഷകർക്ക് ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 80% പേർക്കും ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ എന്ത് കഥാപാത്രമാണെന്നതിനെ പറ്റി മാത്രമേ ഒരു ഉറപ്പില്ലാത്തതുള്ളൂ. ഏതായാലും അതിൻ്റെ ഒരു ഉദ്ദേശിച്ച എല്ലാ ഫലങ്ങളും സിനിമയ്ക്ക് ഉണ്ടായി എന്നുള്ള അറിയുന്നതിനുള്ള സന്തോഷം. സാധാരണ നമ്മുടെ സിനിമയ്ക്ക് മുമ്പാണ് ഇങ്ങനെയുള്ള വീരവാദങ്ങൾ മുഴക്കുന്നത്. ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഇതിൻ്റെ സത്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയാവും തോന്നുന്നു. ഞാൻ ഒരുപാട് പറയുന്നില്ല. ഈ പുറകിലിരിക്കുന്ന കുട്ടികളാണ് ഈ സിനിമയുടെ വലിയ ഭാഗം. അവർക്കൊക്കെ വലിയ അത്ഭുതമാണിത്. ആദ്യത്തെ അനുഭവമാവുന്ന പലരുമുണ്ട്. സിനിമയെന്ന് സ്വപ്നം കണ്ട് അത് യാഥാർത്ഥ്യമാക്കിയതിന് സന്തോഷമുള്ള ഒരു മുഖത്തുണ്ട്. നാളെയുടെ വാഗ്ദാനങ്ങളാണ്, ഭാവി സിനിമ അവരുടെ കയ്യിലാണ്. അവർക്ക് നിങ്ങൾ വേണ്ട പ്രോത്സാഹനം കൊടുക്കണം, നിങ്ങളെയൊക്കെ വളർത്തിയതുപോലെ. ഏതായാലും ഈ സിനിമയിലെ കഥാപാത്രത്തെ അനശ്വരമാക്കിയ അനശ്വര രാജൻ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നലെ പടം റിലീസായി നല്ല റെസ്പോൺസാണ് എല്ലായിടത്തും നിന്ന് കിട്ടുന്നത്. എനിക്ക് ഈ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട, എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് ഹോസ്റ്റലർ. ഒരു നല്ല ക്രൂ, നല്ല സിനിമ, അങ്ങനെയാണ് എനിക്ക് നല്ല ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതിന് മിഥുൻ ചേട്ടൻ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഒരു നല്ല ടീച്ചറായി, നല്ല മെൻറ്ററായി, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു നല്ല ഫ്രണ്ടിനെ പോലെ കൂടെ നിന്ന് എല്ലാം പറഞ്ഞു തന്ന മിഥുൻ ചേട്ടൻ. ജനവേണ്ടോട് ഈ കോമ്പിനേഷൻ സീൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. ബട്ട് നമ്മൾ വേറെ സെറ്റിൽ നമ്മളെ കാണുന്ന സമയത്ത് ഹോസ്റ്റലിനെ പറ്റി കുറേ സംസാരിക്കുമായിരുന്നു. ആൻഡ് മമ്മൂക്കയുടെ കൂടെ
സെയിം കോമ്പിനേഷനോ സെറ്റിലോ എവിടെയും കാണാൻ പറ്റിയിട്ടില്ല. ബട്ട് മമ്മൂക്ക ഭാഗമായ സിനിമയിൽ ഒരു റോള് ചെയ്യാൻ പറ്റുക, അത് പ്രേക്ഷകർ ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആ സിനിമയുടെ ഒരു ചെറിയ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ തേനി സാറെന്ന് എനിക്കിപ്പം ഓരോ ഫ്രെയിമും കാണുന്ന സമയത്ത് അത്രയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എന്നെയും എല്ലാവരെയും പോർട്രേ ചെയ്ത തേനി സാർ. ഒരു DOP എന്നതിനപ്പുറം എനിക്കൊരു ഷോട്ടിൻ്റെ സമയത്തും അപ്പടി പണ്ണാൻ നല്ലായിരിക്കും എന്ന് പറഞ്ഞ് എനിക്ക് ഓരോന്നും പറഞ്ഞിരുന്നു തേനി സാർ. പിന്നെ പടത്തിൻ്റെ റേഞ്ച് തന്നെ മാറ്റി, എല്ലാ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് തന്നെ റേഞ്ച് തന്നെ മാറ്റാൻ മിഥുൻ ചേട്ടൻ. പിന്നെ എല്ലാവരും എൻ്റെ കൂടെ എൻ്റെ വർക്ക്, ഇവരെയാണ് ഞാൻ സെറ്റിൽ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടേക്കുന്ന ഇവരെല്ലാവരും ആണ് എൻ്റെ കൂടെ നിന്ന് എനിക്ക് സപ്പോർട്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് തന്ന് എൻ്റെ കൂടെ നിന്ന ഇവരെല്ലാവരും. അപ്പം എല്ലാവരോടും എനിക്കൊരു വലിയൊരു താങ്ക് യു പറയാനുണ്ട്. അപ്പം സിനിമ ഏറ്റെടുത്തവർക്ക്, നിങ്ങൾ മീഡിയ എല്ലാവരോടും ഒരുപാട് സന്തോഷം വന്നതിനും. അപ്പം സിനിമ എന്തായാലും തിയേറ്ററിൽ പോരുന്ന കാണാം, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് ഓസ്ലോയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആഡം സാബിക്. എന്താ പറയുക, എനിക്കിപ്പോൾ ഇന്നലെ മുതൽ ഞാൻ എക്സൈറ്റ്മെൻറ്റിൻ്റെ പീക്കിലാണ്. അതായത് ലൈക്ക് ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്രത്തോളം റെസ്പോൺസ് വരികയും, എൻ്റെ ആദ്യത്തെ സിനിമയാണത്. ആ സിനിമ തന്നെ എൻ്റെ ഏറ്റവും ഞാൻ നന്ദി പറയുന്നത് നിതിൻ മണ്ഡൽ തോമസ് എൻ്റെ ചേട്ടനോടാണ് എന്നെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തത്. പിന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്, ഞാൻ ചെറുപ്പം മുതൽ ഞാൻ സ്നേഹിക്കുകയും ആരാധിക്കുകയും പെർഫോമൻസുകളുടെ കണ്ണ് നിറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്ത എൻ്റെ മമ്മൂക്കയുടെ കുട്ടിക്കാലം അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് ജയറാമേട്ടനോടൊപ്പം സംസാരിക്കാൻ കഴിഞ്ഞു. ജയറാമേട്ടൻ്റെ സിനിമയിലൊരു വേഷം ചെയ്യാൻ കഴിയുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. സിനിമ ആഗ്രഹിച്ചെടുക്കുന്ന ഏതൊരു ചെറുപ്പക്കാരനും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. എന്താ പറയുക, എനിക്ക് ഒരുപാട് വാക്കുകൾ കിട്ടുന്നില്ല. മിഥുൻ ചേട്ടാ നന്ദി, ജയറാമേട്ടാ നന്ദി, മമ്മൂക്ക എല്ലാവരും നന്ദി. താങ്ക് യു സോ മച്ച്. എനിക്ക് ക്രിസ്റ്റഫറിൽ ഈ പറഞ്ഞ പോലെ ചെറിയൊരു വേഷം അഭിനയിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് എന്നുള്ളത് മമ്മൂക്കെ ഒന്ന് കാണാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ അന്ന് പറ്റിയില്ല. പക്ഷേ ഹോസ്റ്റലറിന് വന്നപ്പോൾ അത് പറ്റി. മമ്മൂക്ക താങ്ക് യു സോ മച്ച്. ജയറാമേട്ടൻ്റെ കൂടെ, അതായത് ജയറാമേട്ടൻ്റെ ഒരു സിനിമയിൽ ഭാഗമാവുക, അതിന് വളരെയധികം സന്തോഷം. പിന്നെ മിഥുൻ ചേട്ടാ നന്ദി പറയാൻ വാക്കുകളില്ല, അത്രയധികം സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയുണ്ട് ഉള്ളിൽ. ഈ ബൈക്ക് കയ്യിൽ കിട്ടിയപ്പോഴും എന്താണ് പറയേണ്ടത് അറിയില്ല. വളരെയധികം സന്തോഷം. തിയേറ്ററിൽ തന്നെ എല്ലാവരും സിനിമ കാണുക. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശിവരാജ്. ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ്, വാക്കുകളൊന്നും കിട്ടുന്നില്ല. മിഥുൻ ചേട്ടാ നന്ദി, മിഥുൻ ചേട്ടൻ്റെ ടീമിന് നന്ദി, പിന്നെ റൈറ്റർ ഒരുപാട് നന്ദി. ഒരു മമ്മൂക്കയോട് നന്ദി, ജയറാമേട്ടനോട് നന്ദി, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് നന്ദി, തേനീശ്വരൻ സാറിന് നന്ദി, ഭൂതേശ്വര നന്ദി, എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. മമ്മൂക്കയുടെ കഥ പറഞ്ഞപ്പോൾ ഈ കഥാപാത്രത്തിൽ ഞാൻ സിനിമ കണ്ടപ്പോൾ മമ്മൂക്കയുടെ എൻട്രിയിൽ ഭയങ്കര ഹൈപ്പായിരുന്നു. ഹൈപ്പെന്ന് വെച്ചാൽ മമ്മൂട്ടി ഫാൻ, മോഹൻലാൽ ഫാൻ എന്നൊന്നല്ല, എല്ലാവരും ഗൂസ് ബംസായി. മമ്മൂക്ക ഇത് അംഗീകരിക്കാനായുള്ള ഈ ടൈമിൽ ഇത് ഇത്രയും ഹൈപ്പ് വരുമെന്ന് എങ്ങനെ തോന്നി? മമ്മൂക്കനെ കൺവിൻസ് ചെയ്തു. അതാണ് എനിക്ക് മനസ്സിലായത്. കഥ കൺവിൻസ് ചെയ്ത് എങ്ങനെയാണ്? കഥ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന, നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന വളരെ നല്ലൊരു കഥ പറഞ്ഞാൽ അദ്ദേഹം അതൊക്കെയാണ്. പക്ഷേ ജയറാം എന്നുള്ള നടനാണ് അതില് ലീഡ് ചെയ്തത്. അതിൽ മമ്മൂക്ക എങ്ങനെ കൺവിൻസ് ആയെന്നുള്ളതാണ് ഇപ്പൊ എല്ലാവരും പറയുന്നതല്ലേ, മമ്മൂക്കയുടെ കരിയറിലെ അതീവ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫേസിലൂടെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. കഥാപാത്രങ്ങളുടെ വൈവിധ്യം കൊണ്ട് നമ്മളെ അമ്പരപ്പിക്കുന്നു എന്നൊക്കെ നിങ്ങൾ തന്നെയല്ലേ ഇഷ്ടം പോലെ പറയുന്നത്. അത്തരത്തിലെ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്ര തിരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിൻ്റെ. കഥ കേട്ടു, ഇഷ്ടപ്പെട്ടു, ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ആദ്യം ഞാനൊന്ന് ഞെട്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് വേണ്ട, ഞങ്ങൾ പടത്തിന് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സ്പെക്ടേഷൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ബാധ്യതയാവെന്നൊക്കെ പറഞ്ഞ് ഞാൻ മുങ്ങി. പിന്നെ ഞങ്ങൾ ഇന്ന് ഡയലോഗ് വർക്ക് ചെയ്ത് നമ്മുടെ ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് പറയും മമ്മൂക്കാനെ വിളിക്കുന്നു പറയും. അങ്ങനെ ഞാൻ പിന്നെ കണ്ണൂർ സ്പോട്ട് ലൊക്കേഷനിൽ പോയിട്ട് എനിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞ് കയറി ചെന്നു. അപ്പം നീ എന്തോ ബാധ്യതയാവുന്നൊക്കെയാണല്ലോ വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, പടം ഞങ്ങൾ തന്നെ നിർമ്മിക്കുന്നതുകൊണ്ട് ഒരുപാട് ബാധ്യതയുണ്ട് എന്ന് പറയുക എന്ന് പറഞ്ഞ് കൊണ്ടു അങ്ങനെയാണ് വന്നത്. ആക്ച്വലി കഥ പറഞ്ഞ് പുള്ളിക്ക് വർക്കായി. ആ ഒരു സിമ്പിൾ പ്രോസസ്സിലൂടെ അദ്ദേഹം തന്നെ ആ കഥാപാത്രത്തിൻ്റെ കഥാപാത്രത്തോടുള്ള താല്പര്യം കൊണ്ട്, അത് ഇഷ്ടമായതുകൊണ്ട്, കഥ ഓൾട്ടുകഥ സ്റ്റോറി ഇഷ്ടമായതുകൊണ്ട്
തിരഞ്ഞെടുത്താണ്. അല്ലാതെ അതിനകത്ത് മറ്റ് ഫാക്ടേഴ്സ് ഒന്നും ഘടകമായിട്ടില്ല. പിന്നെ ഓഫ് കോഴ്സ് അദ്ദേഹത്തോടൊരു അറിയാലോ ഒരു താല്പര്യമുണ്ടെന്ന് ജയറാമേട്ടൻ സ്ഥിരം അവകാശപ്പെടാറുണ്ട് അല്ലേ? അതുകൊണ്ട് അടുത്ത് മമ്മൂക്ക ഇപ്പം ജയറാമേട്ടൻ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും പറഞ്ഞു ജയറാമേട്ടന് വേണ്ടി മമ്മൂക്ക വന്ന് അഭിനയിച്ചു, അതിന് താങ്ക്സ് എന്ന് ജയറാമേട്ടൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മൂക്കാനെ ഈ ചിത്രത്തിൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ജയറാം അഭിനയിക്കുന്ന ഒരു ചിത്രം എന്നതാണോ അതോ അതിലെ കഥാപാത്രമാണോ? ജയറാം ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, എന്നെ വിളിക്കാതെ. കഥാപാത്രമാണ് ആത്യന്തികമായി നമ്മുടെ മുൻഗണനയോട്. പിന്നെ മറ്റു കൂടെ അഭിനയിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മുടെ സിനിമയിലുള്ളവരല്ലേ, എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. ജയറാം കുറച്ച് കൂടുതൽ സൗഹൃദം കൊണ്ട ആളാണ്. ജയറാമേട്ടന് വേണ്ടി എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പടവായല്ലോ. ഇനി നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പം മിഥുമാനുവൽ പറഞ്ഞല്ലോ, ഞാൻ കയറി വന്ന് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ഈ കഥാപാത്രം ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് തന്നെ പറഞ്ഞു എനിക്ക് കഥ ഇഷ്ടപ്പെട്ടു, ജയറാമുള്ള സ്നേഹമെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഈ കഥ ഇഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ. ഈ നമുക്ക് മമ്മൂക്ക അല്ലായിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് അത്രയും ഹൈപ്പ് ഉണ്ടാകില്ല എന്ന് ഞാൻ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയ ഒരു സബ്ജക്റ്റാണ്. മമ്മൂക്ക എന്തുകൊണ്ടാണ് മിഥുമാനുവൽ വന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തേക്കാം എന്ന് തന്നെ തീരുമാനിച്ചു? മിഥുമാനുവലിനെ സന്തോഷമാക്കി ബാക്കിയതുകൊണ്ട് പറഞ്ഞു. അത് ചെയ്തേക്കാം എന്ന് പറഞ്ഞല്ലോ നമ്മൾ ചെയ്യുന്നത്. ചെയ്യണം എന്ന് വിചാരിച്ചത് ചെയ്ത സിനിമയാണ്. അങ്ങനെ തന്നെ എല്ലാ സിനിമയും ചെയ്യേണ്ടത്. ചില സമയത്തൊക്കെ നമ്മുടെ തീരുമാനങ്ങൾ ശരിയാകാറില്ലെന്നേ ഉള്ളൂ. സിനിമയുടെ കഥാപാത്രം തന്നെയാണ്. ആദ്യം ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കഥാപാത്രം ഞാൻ അഭിനയിച്ചാൽ എങ്ങനെ ഇരിക്കും? നമുക്ക് താങ്ങൂലെന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴാണ് പിന്നെ തീരുമാനമായത്. അല്ലേ? അങ്ങനെയല്ലേ? നമുക്ക് ഈ സിനിമയിൽ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ മലയാളിക്ക് പുതുതായിട്ട് തന്നിട്ടുണ്ട്. ഈ സെൻസ് സെൻസിബിലിറ്റിക്കൊക്കെ ശേഷം ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ബ്ലഡി റൊമാൻറ്റിക് ഒക്കെ. അപ്പോൾ അത് നമ്മൾ മുമ്പും നമുക്ക് പറയുന്ന ഇംഗ്ലീഷ് സംഭാഷണം എന്ന് നല്ല വ്യത്യാസമായിട്ടാണ്, ഇമോഷൻ ചേർത്താണ്. ഈ ബ്ലഡി റൊമാൻറ്റിക് എന്ന് പറയുന്നിടത്ത് തന്നെ ആ കഥാപാത്രത്തിൻ്റെ വേദനയും വിഷാദവും വിദ്വേഷവും ഒക്കെ ഉണ്ട്. ഈ ഇപ്പോഴും ഡയലോഗ് പറയുന്നതിന് അലക്സാണ്ടറായിട്ട് പറയുന്നതിന് എന്തെങ്കിലും പുതിയ പരിപാടി പിടിച്ചിരുന്നോ? അങ്ങനെ മനഃപൂർവ്വം രാവിലെ എഴുന്നേറ്റ് ഇന്നും ഇങ്ങനെ ഒരു പരിപാടിയൊന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങില്ല. അതൊക്കെ അങ്ങനെ എവിടുന്നോ വന്ന് വീണ് കിട്ടുന്നതാണ്. ഇതൊക്കെ എനിക്ക് തന്നെ അത്ഭുതം. അതൊക്കെ അത് കഥാപാത്രമാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അനുഭവം അതാണ്. അത് പുതിയ വാക്കുകൾ തന്നെയാണ്, ബ്ലഡി റൊമാൻറ്റിക്കും ഈ ഡബിൾസ് ഓൾട്ടർനേറ്റീവും ഒക്കെ. പക്ഷേ അത് നമുക്കിങ്ങനെ പറയാൻ ചില സമയത്തൊക്കെ രസം തോന്നുന്ന ഒരുപാട് വാക്കുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ച് പറയുന്നതാണ്. ഇത് രണ്ടും ശരിക്കും ആസ്വദിച്ച് പറയുന്നതാണ്. അതായിരിക്കും നിങ്ങൾക്ക് അത് അനുഭവപ്പെട്ടത്. അർത്ഥം എന്നുള്ള സിനിമയിലൂടെയാണ് നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആരംഭിക്കുന്നത്. ഇന്നലെ പുറത്തു വിട്ടുണ്ടായിരുന്ന മമ്മൂക്കയോട് നന്ദി പറയുന്ന വീഡിയോയിൽ നിങ്ങളുടെ ബന്ധത്തിന് സഹോദരങ്ങൾ എന്നുകൂടി അർത്ഥമുണ്ട് എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലാവാൻ സാധിച്ചത്. അപ്പോൾ പിന്നെയും അദ്ദേഹമായിട്ട് ചേരുമ്പോൾ ഒരു വിജയ ചിത്രം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചത് മമ്മൂക്ക മോഹൻലാൽ എന്ന രണ്ട് വലിയ നടന്മാരുടെ ഇടയിൽ നിന്നാണ്. ഓസ്ലറിലും അങ്ങനെ പുതിയ പഠനങ്ങളുണ്ടായിരുന്നു. ഇല്ല, ആദ്യമേ ഞാൻ മമ്മൂക്ക എനിക്ക് വേണ്ടി വന്ന് ചെയ്തതിന് നന്ദി എന്ന് ഞാൻ പറഞ്ഞതിൽ ഞാൻ എന്താ കാരണം എന്ന് പറയാം. കാരണം മിഥുൻ എൻ്റെ അടുത്ത് വന്ന് ആ കഥാപാത്രം മമ്മൂക്ക ചെയ്യാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ സത്യമാണോ? പിന്നെ എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം അത് സമ്മതിച്ച് അതിന് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ മിഥുൻ്റെ അടുത്ത് തന്നെ പറയും, ടൈറ്റിൽ ക്യാരക്ടർ എബ്രഹാം മോസ്റ്റർ എന്ന് പറഞ്ഞ് ഞാനാണ് ചെയ്യുന്നത്. അതിൽ മമ്മൂക്ക വന്ന് ചെയ്യാമെന്ന് പറഞ്ഞൊരു മനസ്സ് കാണിക്കുന്നില്ലേ? അതിലപ്പുറം കസേരയിട്ടിരുന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, എന്താ പേര് മറ്റേത്, അതിന് ഇല്ല പറയുന്നില്ല, കഥയിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിന് ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും. അപ്പം അങ്ങനെ അത് സമ്മതിച്ചത് എനിക്ക് വേണ്ടി തന്നെയാണ്. എനിക്ക് വേണ്ടി തന്നെ. പിന്നെന്താ ചോദിച്ചു പറഞ്ഞു പുതിയതായിട്ട് അത് പിന്നെ ഓരോന്നും പറഞ്ഞു തരുമല്ലോ. ചില വാക്കുകളും ഇതും എല്ലാം തുടക്കത്തിലെ എനിക്ക് കറക്റ്റ് ചെയ്ത് തന്നു കൃഷ്ണാസ്. എനിക്ക് അതിനകത്തൊരു പേര് വിളിക്കുന്നുണ്ട്, കൃഷ്ണദാസ്. ജയറാമേട്ടൻ കൃഷ്ണദാസ് എന്ന് വിളിച്ചിട്ട് നമുക്ക് അത് കേൾക്കുമ്പോൾ പറയാം, അവൻ്റെ കൃഷ്ണദാസ് ആണോ വിളിക്കുന്നത്? പോലീസാണല്ലേ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ കൃ കറക്റ്റ് വരും. ക്ലിയർ വേണ്ട?
കൃഷ്ണദാസ് വിളിക്കുമ്പോൾ കൃ വരില്ലായിരുന്നു. അതാണ് ആ പറയാൻ വന്നത്. ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞതിന്റെ കാര്യം. ഇപ്പം കാതൽ കണ്ടിറങ്ങിയ പ്രേക്ഷകര് ഒന്നടക്കം പറഞ്ഞ സംഗതി ഇന്ത്യയിലെ ഒരു സൂപ്പർ സ്റ്റാറും ഈ ചിത്രം ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഹോസ്റ്റലറിൽ തന്നെയാണെങ്കിലും സ്പോയിലർ ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പം നേരെ മറിച്ച് സണ്ണി ലിയോണുമായിട്ട് ഇന്ത്യയിലെ മെയിൻ സ്ട്രീമിലെ പല ആക്ടേഴ്സും അഭിനയിക്കാത്ത സമയത്ത് തന്നെ മമ്മൂക്ക അഭിനയിച്ചു. അത് വേറൊരു വിഷയം. അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർസും ചെയ്യാത്ത അല്ല, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എങ്കിലും, അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാറും ചെയ്യാത്ത പല സംഗതിയും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മെഗാസ്റ്റാർ ചെയ്യുന്നത്? അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾക്ക് ഇന്നത് ചെയ്യണം എന്ന് ചെയ്യാൻ പാടില്ലെന്ന് ഒന്നുമില്ലല്ലോ. ഓരോരുത്തർക്ക് അവരവരുടെ താല്പര്യം. ഞാനീ മെഗാസ്റ്റാറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുമല്ല. എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആർത്തി അവസാനിച്ചിട്ടില്ല. ഈ കാതൽ പോലെയുള്ള ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ പേരെന്തെന്ന് പറഞ്ഞ സിനിമയിലെ അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരെയാണ് നിങ്ങൾ ഓർത്ത് നോക്കിയിട്ടുള്ളത്. അപ്പം അതും ഇതിനു മുമ്പും അങ്ങനെയാണ്, ഇതിനു മുമ്പത്തെ കഥാപാത്രങ്ങളും അങ്ങനെയാണ്. ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ്, ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളാണ്. ഇതുവരെ പൂർത്തിയായിട്ടുണ്ട്. பேரன்பிள்ளையும் புழுவிலையும் வந்து ரொம்ப கிரவுண்டடாக சார் ப்ரெசென்ட் பண்ணுது. ஹாஸ்டலரில் வந்து ஒரு ஒரு ஸ்டாராக வந்து ப்ரெசென்ட் பண்ணுற மாதிரி ஒரு செலிப்ரேஷன் இருக்குது. அந்த ஒரு கூஸ் பம்ப்ஸ் இருக்குது, ஒரு அட்ரினல் ரஷ் இருக்குது. அந்த 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 செட்டோட டைமை அந்த மொமெண்ட் எப்படி ரீகலெக்ட் பண்ணுறது? அது ஸ்கிரிப்ட் டிமாண்ட் பண்ணுறது தான். அது அந்த ஸ்கிரிப்டில் அந்த டிமாண்ட் இருக்குது. சாரோடைய கேரக்டரைசேஷன் அந்த மாதிரி இருக்குது. ஸோ அதை எக்ஸ்ப்ளோர் பண்ணுறது தான். அண்ட் இன்ஃபேக்ட் நீங்கள் பேரன்பு பார்த்தீங்கன்னா சாரோட கேரக்டரைசேஷன் தான் எக்ஸ்ப்ளோர் பண்ணுவோம். அது எல்லாமே ஸ்கிரிப்டில் கேரக்டரைசேஷன் டிமாண்ட் பண்ணுற விஷயங்கள் தான் அப்படி பண்ணுறது. அண்ட் இன்ஃபேக்ட் நண்பகல் நேரத்து மயக்கம் சாரோட பார்த்தீங்கன்னா கம்ப்ளீட்லி வேறு ஒரு பெர்ஸ்பெக்டிவ் இருப்பாங்க சார். எனக்கே பிரேமில் பார்க்கும்போது எனக்கு துணிகிட்டே இருக்கும். சார்கிட்ட சொல்லிகிட்டே இருப்பேன் நான். இன்ஃபேக்ட் இந்த இதுலேயுமே நான் சார்கிட்ட போய்ட்டு எக்ஸாக்டாக சொல்லிகிட்டே இருப்பேன் நான். அதனால் இன்னும் கூட இது பண்ண முடியல. ஏன்னா சார்கிட்ட ஒரு மேஜிக் அது எப்படி எங்கே இருக்குன்னு தெரியல. நாட் ஒன்லி கேமரா, சாருடைய அந்த உயர்ந்த மாபெரும் நடிப்பு. அண்ட் இன்னொரு விஷயம் சொல்கிறேன், ஜெயராம் சார் அதே மாதிரி அந்த காம்பினேஷன் சீக்வன்ஸ் எடுத்துகிட்டு இருக்கும்போதெல்லாம் வந்து பார்த்திங்கன்னா செட்டில் என்னால் ஒவ்வொரு செகண்டும் நான் ஆச்சரியமாகவும் அதை என்ஜாய் பண்ணிகிட்டே இருக்கு. எனக்கு மனசு, மைண்டு அண்ட் அந்த விஷயங்கள் அது ரெண்டு பேரும் அவ்வளோ இதுவாக இருக்கும் அதில் அந்த சீக்வன்ஸ் பண்ணும்போது. இது எல்லாமே கேரக்டரைசேஷன் அண்ட் சார் ரெண்டு பேருடைய எல்லாம் சேர்ந்து தான். தேங்க்யூ. നല്ല സിനിമകളെല്ലാം നോക്കുമ്പോൾ തന്നെ ഒരു നിതിൻ മാനുവൽ എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു പക്കാ ട്വിസ്റ്റ് അഗ്നേറ്റ്സ് ഉള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പം ഓസറിൽ നോക്കുമ്പോൾ ഒരു ക്രൈം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് കുറച്ച് വയലൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പിടിച്ചിരുത്തുന്ന അല്ലെങ്കിൽ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനമല്ലോ. പക്ഷേ ഓസറിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു വയലൻസ് ഇല്ല, വേറൊരു പാറ്റേൺ ആണ് പിടിച്ചിരിക്കുന്നത്. എന്താണ് അങ്ങനെ ഒരു ഇത് പിടിക്കാൻ കാരണം? എന്താണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡലിൽ ക്രൈം ചെയ്യുമ്പോൾ അങ്ങനെ വേറൊരു ട്രാക്ക് നോക്കാൻ കാരണം എന്താണ്? ഇത് ഡോക്ടർ എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു ഇമോഷണൽ കഥയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു സെറ്റപ്പ്. അപ്പോൾ അഞ്ചാം പാതയിൽ നിന്നും മാറി നിൽക്കുന്നു എന്നൊരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്തത്. വേറൊരു തരത്തിൽ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ട്രെയിലർ വിട്ടപ്പോൾ ഞാൻ അതിനകത്ത് വലിയൊരു കാർഡ് വെച്ചിരുന്നു, ഞാൻ ഇമോഷണൽ ക്രൈം ഡ്രാമ എന്ന്. അത് മാത്രം ആരും കണ്ടില്ല. ഞാൻ അതിനുശേഷം എല്ലാ പോസ്റ്റിലും ഞാൻ പറയുന്നുണ്ട് ഇമോഷണൽ അഞ്ചാം പാതിര, അത് നമ്മളെല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാനത് ആവർത്തിക്കുകയാണ്, ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ്. ഭൂതകാലം വേട്ടയാടുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റർ, ഭൂതകാലം ദുരന്തമായി മാറിയ അതെ അതിനകത്ത് ഭൂതകാലം വല്ലാതെ തകർത്ത് കളഞ്ഞ ഒരു പ്രതിനായകൻ. പിന്നെ പടത്തിൽ തന്നെ വലിയൊരു ഡയലോഗ് കടമെടുത്താൽ അനീതിയുടെ കണക്ക് പുസ്തകം തുറന്നു വെച്ച് പകരം ചോദിക്കാൻ ഇറങ്ങുന്നവൻ്റെ മുന്നിൽ തെറ്റുകൾ ഉണ്ടാവില്ലോ, ശരികൾ മാത്രമേ കാണൂ. ആ പരിപാടിയിലാണ്, അതാണ് ഈ സിനിമ മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു ഇമോഷണൽ ഡ്രാമ സ്പേസ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അപ്പോൾ അത് ഇന്നലെ ഉച്ചവരെ ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു. കാരണം
വരാൻ പോകുന്ന യൂത്ത് എന്ത് കൺവിക്ഷനോട് കൂടിയാണ്, എന്ത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് വരുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ പോസ്റ്റ് ഇട്ടതുപോലെ 150-ൽ പരം എക്സ്ട്രാ ഷോസാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കളിച്ചത്. ഇപ്പോൾ 5-ാം പാതിര ചെയ്തിട്ടുണ്ട്, ആടുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം എൻ്റെ ഏറ്റവും വലിയ വിജയങ്ങളുടെ എനിക്ക് തോന്നുന്നു ഇരട്ടിയിലധികമായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഷെയർ എന്ന് പറയുന്നത്. ചിലപ്പോൾ 3 ഇരട്ടി വരെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും വലിയ ഒരു വിജയത്തിലേക്കാണ് ഇന്നലെ വൈകുന്നേരമായപ്പോഴത്തേക്കും പടം എത്തിയത്. ഇതിൻ്റെ പ്രധാന കാരണം തേനി സാറ് പറയുന്ന പോലെ ഇന്ത്യയാവിൻ മാബെരും നടികർ, അത് അദ്ദേഹത്തിൻ്റെ ക്യാപ്ഷനാണ്. ആ ക്യാപ്ഷൻ കേട്ട് മിസ്റ്റർ തേനി ഈശ്വരൻ കേട്ടോ. തേനി സാർ ഇടയ്ക്കിടയ്ക്ക് പറയും അവർ മാബെരും നടികർ താ എന്നിടയ്ക്കിടയ്ക്ക് പറയും. പിന്നെ ഇവരെ ഒരുമിച്ചൊരു സിനിമയിൽ നിങ്ങൾ പറഞ്ഞ പോലെ ചില ഇലക്ട്രിഫൈങ് മൊമെന്റ്സിൽ കണ്ടതിൻ്റെ ഒരു സന്തോഷം അത് പ്രേക്ഷകർക്കുണ്ട്. കാരണം മലയാളികൾക്ക് ജയറാമേട്ടൻ ഈ പറഞ്ഞ പോലെ കാനനവാസത്തിന് പോയി എന്ന് പറഞ്ഞ പോലെ തെലുങ്കിലും തമിഴിൽ വാ തുറന്നപ്പോൾ വിജയ് മഹേഷ് ബാബു എന്നൊക്കെ പറയുള്ളൂ. അത് കണ്ടില്ലേ, അതാണ്. അതെ, അത് വന്നു. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ജയറാമേട്ടൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നു, അതിൽ മമ്മൂക്ക ഇരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു കൗതുകം ആഘോഷിക്കാൻ ഒരുപാട് പ്രേക്ഷകർ എത്തുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇത് ഡോക്ടർ പറഞ്ഞ കഥയിലെ ആ ഡ്രാമ പാർട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്. മലയാളിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനങ്ങളായ മലയാളിക്ക് ഏറ്റവും ആവശ്യമായ സാധനങ്ങളായി പച്ചക്കറി, അരി മുതലായ സാധനങ്ങളൊക്കെ ആന്ധ്രയിൽ നിന്ന് വരുന്നത് പറയുന്ന പോലെ ജയറാമേട്ടനെ തിരിച്ചുകൊണ്ടുവന്നത് വിധിച്ചാണ്. ഏറ്റവും ആവശ്യമായിരുന്ന മലയാള സിനിമയ്ക്ക് ആവശ്യമായിരുന്ന ഒരു അരി പച്ചക്കറി പാക്കേജ് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാനത് വേണമല്ലോ. അവിടെ നിന്ന് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിട്ട് ഭയങ്കര ഗ്രിപ്പിംഗ് ആയ ഒരു കഥ വേണം, അല്ലെങ്കിൽ എന്താണ് ശരിക്കും അത് അദ്ദേഹത്തിന് തീരുമാനമായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന് തീരുമാനമായിരുന്നു. അദ്ദേഹം അങ്ങനത്തെ ഒരു കഥ കിട്ടിയാലേ അഭിനയിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നിടത്താണ് അദ്ദേഹം എന്നോട് കഥ പറയുന്നത്, ഞാനത് ജയറാമേട്ടനോട് പറയുന്നു. പിന്നെ ആ പ്രൊജക്ട് അങ്ങനെ അനുദിനം വലുതാവുകയായിരുന്നു. നല്ല ടെക്നീഷ്യന്മാർ, നല്ല ആർട്ടിസ്റ്റുകൾ, പിന്നെ ഈ പിന്നിലിരിക്കുന്ന പടം കണ്ടവർക്കറിയാം, പിന്നിലിരിക്കുന്ന മുതലുകളെല്ലാം പടത്തിൽ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് പറഞ്ഞ പോലെ നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഇരിക്കുന്നത്. എല്ലാം ചേർന്ന് നന്നായി വന്നൊരു സിനിമയാണ് അബ്രഹാം ഓസ്ലർ. വിജയേട്ടാ, പടത്തിന്റെ അവസാനം നമ്മുടെ ഓസ്ലറിന്റെ വേറൊരു മോഡാണ് കാണിക്കുന്നത്. അതെ. അപ്പം സെക്കൻഡ് പാർട്ടിൽ വേറൊരു, ഫസ്റ്റ് പാർട്ട് ഇമോഷണൽ ആണെങ്കിൽ സെക്കൻഡ് പാർട്ട് വേറൊരു ലെവലിലോട്ടുള്ള ഓസ്ലർ എനിക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിനൊരു കാർഡ് വെക്കും, നിങ്ങൾ അതും കൂടെ നോക്കിയിട്ട് വന്നാൽ മതി അടുത്തൊരു പാർട്ട് വരുമ്പോൾ. മമ്മൂക്ക ഇവിടെ ഇന്നലെ ഈ സിനിമ ഹിറ്റ് അടിക്കുന്നു. ഇന്നലെ തന്നെ മമ്മൂക്കയുടെ പുതിയ സിനിമയുടെ ടീച്ചർ ഇറങ്ങുന്നു. എന്താ മമ്മൂക്ക, ഒരു രക്ഷയില്ലാത്ത ടീച്ചർ കണ്ടിട്ട് ഗംഭീരം ഒരു ഗെറ്റപ്പ്. അതേക്കുറിച്ചും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടോ മമ്മൂക്ക? അത് ഒരു രക്ഷയില്ലാത്ത ഗെറ്റപ്പ്. ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയപ്പോൾ ഇന്നലെ കണ്ടപ്പോഴും അത് വരട്ടെ പറയാം. നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്ന അതൊക്കെ എനിക്ക് പേടി. പ്രതീക്ഷയ്ക്ക് ഒത്തുവരില്ലേ? നമുക്ക് സമയം അതിനെപ്പറ്റി പറയാം. തീർച്ചയായിട്ടും ജയറാമേട്ടൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്. മമ്മൂക്ക പറഞ്ഞു, വീണ്ടും ജയറാമേട്ടൻ ഉറപ്പിച്ചോണ്ട് ഞാനുള്ളത് കൊണ്ട് തന്നെയാണ് മമ്മൂക്ക ഒന്ന് അഭിനയിച്ചത്. മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, ഫോട്ടോ എടുക്കാമെന്ന കഥ. ആ ഒരു കഥ ഉണ്ട്, ആ കഥ ഒന്ന് ഓർത്തെടുക്കും. ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും ആദ്യം ഫോട്ടോ എടുത്ത കഥ. ആദ്യം നമുക്ക് മട്ടാഞ്ചേരി അവിടെ ഫോർട്ട് കൊച്ചിയിൽ താമസിക്കുമ്പോൾ കലാഭവന്റെ പ്രോഗ്രാമിന് അൻസാറുണ്ട്. അൻസാർ ഞങ്ങളുടെ കൂടെ കലാഭവനിലെ അൻസാറിന്റെ വീട്ടിൽ പോയി അൻസാറിനോട് ഞാൻ പല ദിവസങ്ങളും ചോദിക്കും, ഒരു ഫോട്ടോ എനിക്കത് മാത്രം മതി, കൂടെ എടുക്കണം. അങ്ങനെ അവസാനം അൻസാറിന്റെ വീട്ടിൽ പോയി കിടന്ന് കാലത്ത് നമുക്ക് ഷൂട്ടിങ്ങിന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു കാലത്ത് 6:30 മണിക്ക് വീടിന്റെ വാതിൽക്ക് പോയി കൊണ്ടുപോയി ഇപ്പം കലാഭവനിലെ ഇതാന്ന് പറഞ്ഞിട്ട് അന്ന് ഇറങ്ങുമ്പോൾ ഒരു ഫോട്ടോ എടുത്തു. അതിനുശേഷം രണ്ടാമത് ഫോട്ടോ എടുക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയുണ്ട് ആശാൻ എന്നുള്ള പടത്തിന്റെ ഷൂട്ടിങ്ങിന് മുമ്പ് വരുന്നു. എൻ്റെ വീടിന് തൊട്ടടുത്തായിരുന്നു. ആ പഴയ ഫോട്ടോ എടുക്കാമെന്ന് കാര്യം ഓർമ്മിപ്പിച്ചപ്പോൾ അപ്പോഴും ഓർമ്മയുണ്ട്, അൻസാറിൻ്റെ കൂടെ വന്നാണല്ലേ എഴുതി വെച്ചു. അങ്ങനെ അവിടെ പോകുന്നു. അങ്ങനെ ഒരുപാടുണ്ട്. അതിപ്പോഴും കഴിഞ്ഞിടയ്ക്ക് കൊല്ലത്ത് കലോത്സവം കാണാൻ പോയി വൈറ്റും ഇട്ടിട്ട് ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ഈ ഒരു ഏജിലും എനിക്ക് തോന്നുന്നില്ല മറ്റൊരു സൂപ്പർ സ്റ്റാറും ഇത്രത്തോളം ഇവന്റ്സ് ഓടി നടന്നു പോയി അറ്റൻഡ് ചെയ്യുന്നു. അപ്പം അതിൻ്റെ ഒരു എനർജി എവിടെ നിൽക്കുന്നു? അതന്നെ ഈ ഒരു പറഞ്ഞ് ശീലിച്ചു വരും. ഇതാണ് എനർജി. എൻ്റെ മുമ്പിൽ കാണുന്നത് മുഴുവൻ എൻ്റെ എനർജി. നമുക്ക് ഭീഷ്മ ഇറങ്ങിയ ടൈമില് നമുക്ക് അടുത്ത് ചോദിച്ചു ഈ പടം തിയേറ്ററിൽ ഇളക്കി മറിക്കുമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം ടർബോ തിയേറ്റർ ഇളക്കി മറിക്കും.
അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞങ്ങളിപ്പോൾ പറയില്ല. കടുത്ത തീരുമാനത്തിലാണ്. അതുപോലെ ഇപ്പൊ വലിയ ആക്ടേഴ്സിന്റെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒക്കെ പുറത്ത് ബോളിവുഡിലൊക്കെ ഉൾപ്പെടെ നടക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ സൗത്തിലേക്ക് നോക്കുക, അവിടെ നമുക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങളെ നോക്കുക, അദ്ദേഹം ഒരേ സമയം കാതിലും കണ്ണൂർ സ്ക്വാഡുമാണ് ചെയ്യുന്നത്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അദ്ദേഹമാണ് എന്നുള്ളതാണ്. ഈ ചുറ്റും എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. വിഷ്ണുവർദ്ധത്തിന് ശേഷം 2000 ശേഷം സംസാരിക്കുന്ന പ്രധാന നടന്റെ തെരഞ്ഞെടുപ്പായും പറയുന്നത് മമ്മൂക്കയാണ്. ഇതൊരു പ്രതീക്ഷാഭാരമായിട്ട് ഓരോ കഥാപാത്രം സമീപിക്കാനായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നാറുണ്ടോ? 42 വർഷമായി സിനിമയിൽ. ഇതൊരു ഭാരമാണെങ്കിൽ നമ്മൾ ഇതിനിടയിൽ ഇറക്കി വെക്കൂലേ? അങ്ങനെ ഈ ഭാരം ചുമക്കുന്ന സുഖമാണ് എനിക്ക് സുഖം. മമ്മൂക്ക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പോകാനുണ്ട്, ഷൂട്ടിംഗ് ഉണ്ട്. അദ്ദേഹം തന്നെ കാശ് മുടക്കുന്ന ടർബോഡ് ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം